ഹലോ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പോണത് അമ്പലത്തിലേക്കാണ്, അവണിയങ്കാട് അമ്പലത്തിലേക്കാണ്. നിങ്ങൾക്കറിയാലോ, എൻ്റെ മനസ്സൊന്നും ഒന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടിയെത്താം ഈ അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ആയിട്ടാണ് നമ്മുടെ വീഡിയോ. ഇന്നലെ രാത്രി എന്നെ സംബന്ധിച്ചൊരു കാളരാത്രി എന്ന് പറയാം. എന്തോ ഭയങ്കര ഭയവും മരണം ശരിക്കും മുന്നിൽ കണ്ടൊരു ഫീലായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു നേരം വെളുത്ത് കഴിഞ്ഞാൽ എന്തായാലും അമ്പലത്തിലേക്ക് വരണമെന്ന്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് അസുഖമാണോ, മെൻ്റലി ആയിരുന്നോ ഫിസിക്കലി ആയിരുന്നോ അസുഖം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല. അത്രയ്ക്ക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു രാത്രി തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തൊഴിലൊക്കെ കഴിഞ്ഞു ഭഗവാന്റെ അവിടേക്ക് നമുക്കങ്ങനെ വീഡിയോ അലൗഡ് അല്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ അന്നദാനം ഉണ്ട് കേട്ടോ. അന്നദാനം ദിവസം ഒരുപാട് പേർക്ക് കൊടുക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മൾ അവിടെ ഫുഡ് കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ ആ ക്യൂവിൽ ഇങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ നമുക്കിത് ഈ ഫുഡൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സാമ്പാറുണ്ട്, പയറും കായും തോരനുണ്ടായിരുന്നു, ഒരു ബീട്രൂട്ട് അച്ചാറുണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു. ഇത്രയ്ക്കാണ് നമുക്ക് കറികളായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് കഴിഞ്ഞ് നമ്മൾ ഭഗവാൻ ഓൾറെഡി ആദ്യമേ തൊഴുത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് ഭയങ്കര റിലാക്സാണ്. അങ്ങനെ നമ്മൾ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെ സ്വന്തം വീട്. അപ്പോൾ അവിടേക്കൊന്ന് കയറി. അപ്പോൾ അവിടെ പിള്ളേരൊക്കെ ആയിട്ട് ഒന്ന് കുറച്ച് നേരം സംസാരിച്ച് എല്ലാവരോടൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ പോയത് അവിടെ മണലൂർ ഒരു തൂക്കുപാലുണ്ട്, ഒരു സ്റ്റീൽ പാലുണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഈ സ്റ്റീൽ പാലത്തിൽ കൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് പ്രത്യേക വൈബാണ് കേട്ടോ. നല്ല കാറ്റുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ അടിയിൽ കൂടെ അടിയിലേക്ക് നോക്കി കഴിഞ്ഞാൽ നിറച്ചും വെള്ളമാണ്. ഇങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ നിറയെ വെള്ളം. അപ്പോൾ നമ്മുടെ മനസ്സൊന്നും ഇങ്ങനെ പാളി പോകട്ടെ, വേറെ കാര്യം. നമുക്ക് സ്വസ്ഥമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ ഇങ്ങനെ നടക്കുമ്പോൾ അതിനിടയിൽ കൂടെ ടൂ വീലേഴ്സ് ഈ സൈഡിൽ നിന്ന് അപ്പുറ സൈഡിലേക്ക് ഇങ്ങനെ കുറേ ഇങ്ങനെ പോകട്ടോ. അപ്പോൾ അത് ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ സ്ലിപ്പായി താഴെ പോകുമോ എന്നുള്ള ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും നല്ല ഒരു അടിപൊളി ഈവനിങ് ആയിരുന്നു നമ്മുടെ കേട്ടോ. അങ്ങനെ നമ്മളിത് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അത്യാവശ്യം ഇരുട്ടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് പോവാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരുമ്പോൾ അനുമോന് ആഗ്രഹം ബീഫും കൊള്ളിയും കഴിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ തട്ടുകടയിൽ കയറിയപ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ നമ്മൾ പാർസലൊക്കെ വാങ്ങിച്ച് കൊണ്ടുപോവാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ വീട്ടിൽ ചെന്നിട്ട് നമ്മളതൊക്കെ പൊളിച്ച് എല്ലാവരും കൂടി കഴിച്ചു കേട്ടോ. ബീഫും കൊള്ളീനും ടേസ്റ്റിനെ കുറിച്ച് പിന്നെ ഞാൻ പറയേണ്ട കാര്യമല്ലോ, അടിപൊളി ടേസ്റ്റാണല്ലോ. അപ്പോൾ അനുമോനെ അങ്ങനെ ആസ്വദിച്ച് കഴിച്ചു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്.